നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊരാവേശാന്ന്. അയ്യോ കഷ്ടം. ഈ റിവ്യൂക്കാരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴേ സത്യം പറയല്ലോ, ഞാനിന്ന് കുറച്ച് ലേറ്റായത് എന്തിനാ അറിയാം, എല്ലാവരും വന്ന് പറയട്ടെ. കാരണം അനീഷ് തോറ്റു, അനീഷ് അങ്ങനെയായി, അനീഷ് തീർന്നു, അനീഷ് ഇനിയില്ല, ലാലേട്ടൻ പറഞ്ഞു ഇറങ്ങി പോടാന്ന് പറഞ്ഞു, അനീഷ് എടി ഓടി ഒളിച്ചു, അനീഷിൻ്റെ എല്ലാം പൊളിഞ്ഞു. ഇനിയിപ്പോൾ അനീഷ് ആദിലേനെ കട്ടി താഴെയാ നിൽക്കുന്നത്. അനീഷിൻ്റെ കാര്യം കട്ടപ്പൊകയായല്ലോ. ഇനി കപ്പ് മേണിക്കാൻ ഇടി ആരുണ്ട്? ഇനി കപ്പ് മേണിക്കാൻ ആര്യമോനല്ലാതെ വേറെ ആരുണ്ട്? ഒരാളപ്പോഴേക്ക് പറയുന്നത് ഇനിയിപ്പൊ കപ്പ് മേടിക്കാൻ അക്ബർ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലാന്ന്. അപ്പോഴേക്കും ഒരാൾ ഇരുന്ന് പറയാ അനുമോള് വീണ് കിടക്കുവാ, പൊക്കിക്കൊണ്ടിരണ്ടേ അനുമോള്. ഇവന്മാരെ കരച്ചല് കേൾക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചിരിയാതെ വരുന്നതായിരുന്നു. അതറിയാം. അതായത് ലാലേട്ടൻ എന്തോ വലിയൊരു പാതകം ചെയ്തു പിന്നെ അനീഷിനോട് ഇവന്മാരെല്ലാം പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് അവിടെ തീർന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുമോള് തന്നെയാണ്. പക്ഷെ വേറൊരു കാര്യം പറയാം, ലാലേട്ടൻ ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. അവിടെ ഇതിലും കൂടുതൽ പറയേണ്ട ആദില നൂറമാറ്, അതുപോലെ തന്നെ ആര്യൻ, ഇവരൊക്കെ നല്ലതാക്കിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ചോണ്ട് നിങ്ങൾ എന്ത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അതാണ് എനിക്ക് ആലോചിക്കാൻ കഴിയാത്ത. അവിടെ ഇതിലും വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ലഘൂകരിച്ചിട്ട് മുളയ്ക്ക് വേന എടാ, ഇത്രയും വലിയ ലാലേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കി, ഇനിയെങ്കിലും ഒന്ന് എപ്പിസോഡ് കാണേ. അതായത് ഈ പിന്നെ മണഗുണാഞ്ചന്മാർ പറയുന്നത് ഇങ്ങനെ എടുത്ത് പറയാതെ താങ്കൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ പിന്നെ ക്രൂല് വരെ ഞാൻ ഇടപെടും എന്തെങ്കിലും ഫൗള് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ന്. അതിവിടെ കാണിക്കേണ്ട ഒരു സമയമാണ്. അല്ലാതെ ഈ മണഗുണാഞ്ചന്മാർ നിങ്ങളെ ചതിക്കുകയാണ്. ബിഗ് ബോസിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ മണഗുണാഞ്ചൻ നിങ്ങളെ ചതിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുള്ളൂ. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് അത് പറയാതെ നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നത് അവിടെ വേറെ എന്തെല്ലോ കാര്യങ്ങളായിരുന്നു. ബാക്കി നീ പറഞ്ഞു. അവിടെ എന്താണ് ഇത്ര വലിയ സംഭവം? നിങ്ങൾ അവിടെ ആര്യന്റെ മോഷണം വലിയ സംഭവമല്ല, ആദില മോഷ്ടിച്ചത് വലിയ സംഭവമല്ല. എന്തുകൊണ്ട് അതെല്ലാം ലഘൂകരിച്ചു? വേറൊരു കാര്യം കൂടി പറയട്ടെ. അവിടെ ഈ പിന്നെ എന്താ പറയണ്ടേ, ഇവൻ പിന്നെ ടാസ്കോ കൊളാക്കിയത് ലഘൂകരിച്ചിട്ടല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ പറയുന്നത് കേൾക്കേ. അതെ, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് ലാലേട്ടൻ കുറച്ചും കൂടി ഫെയർ കാണിക്കണം, അൺഫെയർ ആകാതെ. ലാലേട്ടൻ അന്ന് ഈ പ്രമോല് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ 7ന്റെ പണിയാണ് അതെന്ന് പറഞ്ഞാൽ ക്രൂ മെമ്പേഴ്സിനായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇവിടെ ആയാലും ഞാൻ ചോദ്യം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? അതായത് ഇവിടെ ഇങ്ങനെ ഇത്രയും ഇത് കളിക്കുമ്പോഴും ഡയറക്ടർ എന്താണ് എഴുതി കൊടുത്തിരിക്കുന്നത്? ഡയറക്ടർ മാത്രമല്ല, ഈ ലാലേട്ടനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 ആൾക്കാരുണ്ട് അവിടെ. മറ്റെന്താ എന്തൊരു നമ്പ്യാറാ ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നില്ലേ, ആ സ്ത്രീയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലുള്ളതാണ്. അപ്പൊ ഇവര് 3-4 ആൾക്കാർ ചേർന്നിട്ടാണ് ഇങ്ങേരോട് നിന്ന് ചെയ്യണേ. അവർക്കപ്പോൾ ഇഷ്ടമില്ല ആൾക്കാരാ അവരവിടെ സേവ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമില്ല കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതല്ല വേണ്ടത്. ഇത് ഇപ്പൊ ഈ കാണുന്ന ജനങ്ങളെ നിങ്ങൾ വെല്ലുവിളിച്ച് പൊട്ടന്മാരാക്കരുത്. പിന്നെ ഇന്ന് ഇവരുടെ ഒരു കൊണച്ചുകുത്തിയ ചോദ്യം, അതായത് തികച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ എന്താ പറയേണ്ടത്, പുറത്ത് വിടാത്ത ആൾക്കാർ എന്നല്ലോ പുറത്ത് വിടുന്നത്, എന്തിനാ വിടുന്നതെന്ന്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ ആദിലാന്ന് ഓർമ്മമാരെല്ലാം വോട്ട് അതാന്ന് എനിക്ക് മനസ്സിലാകാത്തത്. മനസ്സിലായ? അവിടെ ഇങ്ങനെ കുറേ ഇതുണ്ട്, ഒരുപാട് അൺഫെയർ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആരെ വെളുപ്പിക്കാനാണ് നിൽക്കുന്നത്? അതാ ഞാൻ ആലോചിക്കുന്നത്. ഇത് അല്ല, വേണമെങ്കിൽ അല്ല, ഒരു കാര്യം ഞാൻ പറയാം. എന്നോട് എല്ലാവരും പറയുന്ന ഒരു കാര്യം, ചേട്ടാ ലാലേട്ടനെ കുറ്റം പറയല്ലേ, ഇത് കാണുന്ന ഒരു ഷോ കാണുന്ന ഒരു പ്രേക്ഷകനാന്ന് ഞാൻ. അതിൽ ലാലേട്ടൻ മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതും പറയണോ? അങ്ങേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അങ്ങേര് തെറ്റുപറ്റാത്തൊരു മനുഷ്യനൊന്നും അല്ല. പക്ഷെ അങ്ങേര് അത് ലാലേട്ടനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഷോയിൽ അവര് എഴുതി കൊടുക്കുന്നത് പോലെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, സൽമാൻ ഖാനെല്ലാം കണ്ടില്ല നീ? അങ്ങേരൊക്കെ ഇല്ല ഇറങ്ങി പോടാന്ന് പറഞ്ഞ് ഇറങ്ങി പോയത് തന്നെ, അല്ലാതെ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തൂടെ പിടിച്ച് കയറ്റിലല്ല. മനസ്സിലായ? ബിഗ് ബോസിന് ഒരു എത്തിക്സ് വേണം, അതാ വേണ്ടത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഈ പ്രാങ്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് അതിലേനെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രേക്ഷകർ എന്നെ പറയും, പിന്നെ ഈ പ്രേക്ഷകർക്ക് വോട്ടെടുപ്പ് എന്തിനാണ് വെച്ചിരിക്കുന്നത്, പിന്നെ എന്തിനാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത്, ബിഗ് ബോസിന് ഇഷ്ടം പോലെ എടുത്ത് പുറത്താക്കാനാണെങ്കിൽ അതും പറയില്ലേ? അല്ല, ഞാൻ നിന്നോട് പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവര് പറയരുത് ഒരു അൺഫെയറിലെ ആളെ നമ്മൾ പുറത്താക്കിയില്ലാന്ന്. അങ്ങനെ എങ്ങനെയാ പ്രേക്ഷകര് ഇന്ന കളിക്കാറ്? ഞാൻ പറയുന്നത് ഇപ്പാടുള്ളതെല്ലാം കളിക്കാറ് വീക്കെൻഡിൽ വരുമ്പോ വോട്ടിങ്ങിലൂടെ അല്ല. അതെ, അത് ഇപ്പൊ ഇവരെങ്ങനെയാ അങ്ങനെ പറയുന്നത്? ഇവര് PR-കളെ തോപ്പിക്കാനാണോ, അല്ല RR-കളെ തോപ്പിക്കാനാണോ, QR-കളെ തോപ്പിക്കാനാണോ?
ഇത് ഇവിടെ വെറുതെ ഒരു നാടകം കാണിക്കുകയെന്ന് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്ന് വെച്ചാൽ രാവിലെ ഒരു 2 പ്രമോം കിടും എന്ന് അനീഷിനെ വറുത്ത് കോരി, അനീഷിനെ തേച്ച് ഭിത്തിയിലൊട്ടിച്ചു, അനീഷിനെ വെച്ച് പെയിന്റ് അടിച്ചു, ഇറങ്ങി പോടാന്ന് പറഞ്ഞ് ലാലേട്ടൻ അലറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരും. അവസാനം എപ്പിസോഡ് നോക്കുമ്പോൾ ഒരു മണുകുണാഞ്ചും ഉണ്ടാകത്തുമില്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നാളത്തെ എപ്പിസോഡ് വന്നു, നാളത്തെ എപ്പിസോഡിൽ കാര്യമായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എണ്ണിപ്പിച്ചു. ഇന്നേ അത് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്, ആ ലക്ഷ്മി ഔട്ടായിനി എന്ന് പറഞ്ഞിട്ട്. ദൈവത്തിനറിയാം, അതിൻ്റെ അടുക്ക സാബുമേൻ ഇങ്ങനെ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. ആരൗട്ടായിനെന്ന് നമുക്കറിയില്ലായിരുന്നു. ലക്ഷ്മിയാന്ന് പറയുന്നത്, സാബുമേനാന്ന് പറയുന്നത്, ചില ആൾക്കാർ അക്ബറിനെ പുറത്തു പോയി എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ ഇതങ്ങ് ഇന്നെ അങ്ങ് വിട്ടാ പോരെ? അന്നീ ഒന്ന് പറ, ഇന്നെ അങ്ങ് വിട്ടാ പോരെ? നാളത്തേക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ. എന്തിനാ ഈ നാളത്തേക്ക് വെക്കുന്ന എന്തിനാ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇന്നെ അങ്ങ് ശരി ആ എപ്പിസോഡ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് വീട്ടിൽ പോയിക്കോട്ടെ. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവങ്ങളി ഇന്നും ലാസ്റ്റ് അവരെ വീട്ടുകാരെ പ്രശ്നമാക്കി. ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഇവര് വീട്ടുകാരെ വിളിക്കും. അത് അതിനപ്പുറത്ത് ചായയും കൊണ്ടുവരുന്ന ഓഫീസ് പോയോട് പറയും, ഒന്ന് വിളിച്ച് ആ മോനെ എൻ്റെ വീട്ടിൽ. ഓനും ചിലപ്പോൾ വിളിച്ചു കൊടുക്കും. 100-200 കൊടുത്താൽ പോരെ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 200-ലൊന്നും പോകാതെ അണ്ണന്മാർന്ന് അടിയില്ല ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലാക്കണം നിങ്ങൾ. 200 എന്ന് പറഞ്ഞാൽ വലിയ വൈശന്യാണ്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ രഹസ്യമായിട്ട് വിളിക്കുകയെല്ലാം ചെയ്യാം. പിന്നെ ആ ഇവൻ പറയുന്ന കേട്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഔട്ടായേ എന്നാ നൂഹിന മറ്റേ ഇവളെ ഭർത്താവ്. അയ്യോ ആ ചോളം വിട്ട് കയറുന്നില്ല, ആ ചോളം വിട്ട് കയറുന്നില്ല, രണ്ടോ താങ്ങില്ല. ആ എന്തേലും ഡ്രാമ കളിക്കുന്നത്, അതാ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇമാതിരി തോന്നിയവാസം വേണ്ട. വിടുന്നവനെല്ലാം ആദ്യം തന്നെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഇതിന്റെ നാളത്തെ കാര്യമില്ല പിന്നെ അറിയണ്ടോ നമ്മള്. ഇത് നാളെ എങ്ങനെയായാലും കാണും. ഈ പിന്നെ എന്താ വെച്ചാൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ കാണാനും ആൾക്കാർ കാണും. പക്ഷെ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിനെല്ലാം വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും. പക്ഷെ ഇതെല്ലാം ഭയങ്കര ഷോക്കാ. പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്ത് കണ്ടന്റ് എന്തെങ്കിലും അല്ല, കണ്ടന്റ് ഇല്ലായിട്ടല്ല. എന്ന് വെച്ചാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഇവര് 7ന്റെ പണി കൊടുക്കുന്നെല്ലാം പറഞ്ഞ് ആദ്യം പേടിപ്പിച്ചു. അവസാനം ഇതാണോടോ തന്റെ 7ന്റെ പണി എന്നായി സംഭവം. 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞ് എന്നാ വേണ്ടത് ഞാനല്ല, അങ്ങനെയല്ല. ഞാനല്ല എന്നാ വിചാരിച്ച കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരെങ്ങനെ പെർഫോം ചെയ്യുന്ന അതനുസരിച്ചിട്ടല്ലേ അങ്ങനെയല്ല. ഇതെന്നറിയാ, ഇതിപ്പോ ഇപ്പൊ ഇവർക്ക് ആദ്യം തന്നെ ഒരു പാഴ്ച പറ്റീനി. അതായത് ഓനിയലിനെയും മറ്റേ ഇവനെയും ആരാ നമ്മളെ സരികേനി. ശരി, നിങ്ങളെ 2 പേരെ ഒഴിവാക്കാൻ പോവാന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാം. ആ നിങ്ങളെ 2 പേരെയും ഞങ്ങൾ ഒഴിവാക്കാൻ പോവുകയാണ്. കൊണ്ടുപോവാ, അപ്പൊ തന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇവർ ഒരാൾക്ക് ഒരു വിവരവും കിട്ടരുത്. കിട്ടാതിരിക്കുമ്പോൾ ഈ പ്രേക്ഷകർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. ഈ കിട്ടാതിരിക്കുമ്പോഴേക്ക് അവർക്ക് അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഇതാണ്. ഇതെന്ന് പറയുന്നത് എന്നാ ലോകത്തിൽ ആലോചിച്ചു അറിഞ്ഞു ആരാ ഇത്? ആര്യം പോയിട്ട് പ്രാങ്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 100 കറി ഇത് പറയാങ്കാന്ന് പോടാ ബിഗ് ബോസ് അതിന്റെ കോപ്പിലെ പരിപാടി 100 ഇങ്ങനെ ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ശോകം. എന്റെ പൊന്നണ്ണ ഇതിന്റെ ആ ഇന്ത്യക്കാരനുണ്ടല്ലോ എന്നവന്റെ പേരെന്നാന്ന് അതിന്റെ ഓണർ. ഓന് പിന്നെ പിടിയില്ലോ. എന്റെ മോൾ ഷൈന്റെ ഡയറക്ടർ അയാൾ ഇങ്ങോട്ട് വരവില്ല എന്നാ തോന്നുന്ന. അച്ഛങ്ങായിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കലാ. നീ ലാലേട്ടെങ്കിലും കുറച്ചും കൂടി ഉഷാറാക്കി. എന്നിട്ടും മലയാളം ബിഗ് ബോസിന് റേറ്റിംഗ് കൂടുതലാണെന്ന് അവർ പറയുന്നത്. അത് എന്താ പറയാ, മോഹൻലാലിന്റെ അവരുടെ ഇതാന്ന് പറഞ്ഞു, വേറെ ഒന്നും അല്ല. മനസ്സിലായി ഈറ്റുകളും. പക്ഷെ മോഹൻലാലിന്റെ പേര് കളയല്ലേ ഇത്, മനസ്സിലായത്? ഓരോ ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ താണു പോയി എന്ന് പ്രേക്ഷകർ എന്തെല്ലാം തെറിയാ പറയുന്നത്. നീ എന്നാ പറയുന്നത് റേറ്റിംഗ് ഉണ്ടെങ്കിൽ തന്നെ ശരി, ഇന്ന് നന്നാവും നാളെ നന്നാവും വിചാരിച്ചിട്ടല്ലേ നിൽക്കുന്നത്. മനസ്സിലായി? ഇനി നന്നാവത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല ഈ എവിക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ ഞാൻ 3 ദിവസം ഉണ്ടാവില്ല കേട്ടാ. ഞാൻ 3 ദിവസം ഉണ്ടാവില്ല. ആ തിരിച്ചുപോയ കണ്ടൻസ് കൂടെ ഇവിടെ കേറൂലേ? അതായത് തിരിച്ചുപോയവരെല്ലാരെയും ഇങ്ങോട്ട് കൊണ്ടുവരും. അത് ലാസ്റ്റ് ആഴ്ചയല്ലേ? 3 ദിവസം ഞാൻ ഉണ്ടാവില്ല കേട്ടാ. എല്ലാവരോടും പറയാറുണ്ട് ഞാൻ ഉണ്ടാവില്ല. അല്ല, ഞാൻ ആ മറ്റേ പരിപാടിക്ക് ഉണ്ടാവില്ല കേട്ടാ. ആ ആൾക്കാർ തിരിച്ചു വരുന്ന ആളെ അതിനുണ്ടാവില്ല, കാണാൻ കഴിയില്ലായിരുന്നു. ഇനിയിപ്പോ അപ്പോ ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ശോകമുള്ള ഒരു എപ്പിസോഡായി പോയി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനൊക്കെ ഈ അനാവശ്യമായിട്ട് വെള്ളപൂശുന്നത് കണ്ടു. അതായത് ഇയാൾ സുപ്രഭാതം പറഞ്ഞത് അവിടെ വലിയൊരു ആനക്കാരോ ഒരു ജനക്കാരോ അല്ല, അവിടെ സ്ട്രാറ്റജിയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ബറിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് വെളുപ്പിക്കാനുള്ള തൊരുതിയാണ് നടക്കുന്നുണ്ട്. എന്തിനാന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന ന്യൂസുകൾ കണ്ടില്ല നിങ്ങൾ? ആര്യന്റെ മറ്റേ അശ്ലീല ചാറ്റുകൾ പുറത്ത് എന്നൊക്കെ പറഞ്ഞ ആ സമയത്താണ് ബിഗ് ബോസിന്റെ അകത്ത് വെളുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതെന്നറിയാം, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇപ്പൊ ഈ അക്ബർ ആയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ട ആളാണ്. അതായത് ബിഗ് ബോസ് കഴിഞ്ഞാലും അക്ബർ ആർ തന്നെ ഉണ്ടാവും. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്ന് പറഞ്ഞാൽ ആര്യനും വേണ്ടപ്പെട്ട ആള് തന്നെയാണ്.
ഹൈ റെക്കമെൻഡ് ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ ബിഗ് ബോസ് പോകുന്നു, എൻ്റെ ഒരു പിന്നെ ബന്ധു അടിയുണ്ട്, അയാൾ പറയില്ലേ ഓനെ 10 ദിവസം നിർത്തിക്കാൻ നോക്ക്, കുറച്ച് സ്ക്രീൻ സ്പേസ് പറയത്തില്ലേ. അത് എല്ലാത്തിലും ഉണ്ട്. ഇതുകൊണ്ടല്ലോ പണ്ട് റംസാനില്ലേ, മറ്റേ ബിഗ് ബോസിലെ വന്ന റംസാൻ ഇറങ്ങി പണ്ട് ഡാൻസിന്റെ ഒരു പരിപാടിയിൽ നിന്ന് ഇറങ്ങി വന്നില്ലേ അയാള്, എടുത്ത് അങ്ങ് കളഞ്ഞിട്ട് ഇറങ്ങി വന്നില്ല അവര്. അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് ഇത് പിടിക്കൂല, ദേഷ്യം വരുവായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്തും കുറെ ബന്ധുക്കളും മറ്റേവരും എല്ലാം ഉണ്ടാവും. അതൊന്നും എന്റെ അഭിപ്രായത്തിന് അതൊക്കെ അങ്ങ് മാറ്റി വെക്കാറുണ്ട് അതല്ലേ. ഇതെന്ന് പറഞ്ഞാൽ അതല്ല. ഇന്ന് താല്പര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു വിറ്റേക്കണം. ഇപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കൊണ്ട് കൊടുക്കുന്നവൻ അടുത്ത പ്രാവശ്യമാണാ ഒരു സീറ്റ് കൊടുക്കണ്ട എനക്കോ ഒരു സീറ്റ് അവസാനം എന്ന് പറഞ്ഞാൽ ഓനെ എങ്ങനെയെങ്കിലും കയറ്റി വിടും. അതുപോലെ ഈ അക്ബർ വന്നിനി. അല്ലാതെ അക്ബർ സാബുമേന് ഞാൻ പറയുന്ന കേൾക്ക്, അക്ബർ ആ ക്രൂ മെമ്പറാന്ന്. ആയിക്കോട്ടെ, അത് അവരുടെ ഏഷ്യാനെറ്റിന്റെ ഒരാള് തന്നെയാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഇവരെ അക്ബർ ആക്ച്വലി നല്ലൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാള് നെഗറ്റീവ് അടിക്കാൻ വേണ്ടി ഈ ഒരു ഷോയിൽ വരേണ്ട ആവശ്യമില്ല. ഇതെന്ന് പറയുന്നത് ഇപ്പൊ അനീഷിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാനാണ് ഇവര് നോക്കുന്നത്. അതായിരിക്കും, മനസ്സിലായ? അതാ നീ മനസ്സിലാക്കി. അനീഷിനെ പുറത്താക്കാനൊന്നും കഴിയില്ല, പക്ഷെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ നിന്നോട് പറയുക പുറത്താക്കുകയും ചെയ്യും. രജിത് കുമാറിനെ പുറത്താക്കിയിടാ. രജിത് കുമാറിനെ പുറത്താക്കിയത് പിന്നെ ടാസ്കിന്റെ അകത്തുള്ള പ്രശ്നം. അതൊന്നുമല്ല, അത് അവര് കളിപ്പിച്ചെന്ന് അയാളിനെ പറഞ്ഞില്ലേ. എടി അത് അവര് കളിപ്പിക്കൂ. അതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും. അത്രേ ഉള്ളൂ. രക്ഷപ്പെടേണ്ടത് അവന്റെ ബുദ്ധി. അപ്പൊ ഇയാള് കളിക്കൂല. ഇയാൾ അങ്ങനെ പറഞ്ഞു അതാ ഉണ്ടാവുള്ളൂ പറഞ്ഞു അല്ലേ. അല്ല, അനീഷിന് കുറെ ബിഗ് ബോസിന്റെ ഗെയിംസ് മനസ്സിലാക്കി കളിക്കുന്നുണ്ടെന്ന്. അല്ല, ഈ ആദിൽ എന്ന് പറയുന്നുണ്ട്, അതിന് ലാലേട്ടൻ എന്നൊന്നും ഉണ്ടാക്കുന്നത്. വേറെ ആൾക്കാർ പറയുമ്പോ ലാലേട്ടൻ പറയല്ലോ അങ്ങനെ അതില് ആ കാര്യത്തിലോട്ടൊന്നും പോവാത്ത നല്ലത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലാലേട്ടൻ അനുമോളോട് പറയും, പാവ എടുക്കുന്നതൊക്കെ അതൊരു ഗെയിം അല്ലേ അനുമോളെ, കെവിൻ പാവ എടുത്തത് ഒരു കുഴപ്പമില്ല. ഇപ്പുറത്തെ സൈഡില് അക്ബറിന്റെ പാവ എടുത്തത് അതിലെ വലിയൊരു കോർട്ട് റൂം സെറ്റപ്പ് ഒക്കെ ആക്കി കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്യാം. അല്ല, ഞാൻ ഒരു കാര്യം നിന്നോട് പറയട്ടെ. അല്ല, അതന്നെയാ ഞാൻ നിന്നോട് പറയുന്ന കാര്യം എന്നറിയാം. അതായത് ഈ ലാലേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അൺഫെയർ ആണ്. എന്ന് വെച്ചാൽ ലാലേട്ടൻ ഇത് ആദില നൂറേന്റെ അടുക്ക് എത്തുമ്പോ ഇത് കുറച്ചൊരു സഹകരിക്കാൻ നോക്കുന്നത്. അതിനെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ബന്ധുക്കളുടെ അതിന്റെ ഉള്ളില് അല്ല ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീസണിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ മറ്റേ ദിയാസന വന്ന മുതലേ കിട്ടിയ ഒരാളുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഉണ്ടായിരുന്നു. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ ദിയാസനന്റെ പുറകെ കുറെ ആൾക്കാർ കയറുന്നത് കെയർ ഓഫില്. മനസ്സിലായി എനിക്ക്? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് വലിയ ഇതൊന്നുമില്ല. അവരെ കുറച്ച് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ അടിപൊളിയാവുന്ന ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അതിന്റെ ആൾക്കാരൊക്കെ മാറി അല്ലേ, അതിന്റെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ മാറി. മറ്റേ ഇതുപോലെ ഒരു ദുരന്ത സീസൺ വേറിയില്ലാന്നേ ഞാൻ പറയുള്ളൂ. ഒന്നുമില്ല, ഒരു ദുരന്ത സീസണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാത്രമേ. അല്ല, ഇവർക്ക് എന്നറിയാം, ഇവര് 7ന്റെ പണി കൊടുക്കാൻ നോക്കിട്ട് ഇവർക്ക് തന്നെ ഭയായി. എന്നാ ഇവർക്ക് തന്നെ എന്നറിയാ 7ന്റെ പണി അല്ല, 7ന്റെ പണി കൊടുക്കാൻ പറ്റുന്ന നിലവാരം ഇല്ല. അല്ല, 7ന്റെ പണി ഇപ്പൊ ഞാൻ പറഞ്ഞ 7ന്റെ പണി കൊടുക്കലെന്ന് തന്നെ ആയിരിക്കാം കൊടുക്കും. ഇപ്പൊ എന്താണെന്നറിയാം അവിടെ ഇതുവരെ അവിടെ സംഭവിച്ചത് ഞാൻ പറയാം. അതായത് മര്യാദയ്ക്ക് നിൽക്കുന്ന കളിക്കുന്ന മത്സരാർത്ഥികളെല്ലാം ഇവര് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഇതൊന്നും അല്ല ഇന്നിപ്പൊ ലാലേട്ടൻ തിരുമൊഴി മൊഴിഞ്ഞു. അതിനിപ്പോ അങ്ങേർക്ക് ഇനി എന്തെല്ലാം ചീത്തയാ കിട്ടുന്ന പറയാൻ പറ്റൂല. ലാലേട്ടന് ഇന്ന് ഡയറക്ടർ സൂക്കേട് മാറ്റും മിക്കവാറും. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? കാരണം വെച്ചാൽ ഡയറക്ടർ പറയാത്തൊരു കാര്യം ലാലേട്ടൻ പറഞ്ഞു. അറിയാം, അത് നീ കേട്ടില്ലേ? അപ്പോ ആദില നൂറമാരോട് പറഞ്ഞു നിങ്ങൾ 2 പേരും രണ്ടല്ലേ മക്കളെ, അവസാനം സോറി 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 എന്ന് പറഞ്ഞിട്ട് പോകാണ്ടില്ലേ? കാരണം അങ്ങനെ ഈ ഡയറക്ടർക്ക് ഇഷ്ടപ്പെടില്ല അത് അങ്ങനെ പറഞ്ഞാല്. കാരണം ആദില നൂറമാർ ഇപ്പോഴെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കല് വാങ്ങലുകളാണ്. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇത് ബിഗ് ബോസ് എപ്പോഴെങ്കിലും പറയുന്നുണ്ടോ? ഒരിക്കലും പറയുന്നുമില്ല. അപ്പൊ ലാലേട്ടൻ ഇന്ന് പറഞ്ഞപ്പോ അങ്ങേർക്ക് തോന്നി അയ്യോ മണ്ടത്തരായി പോയില്ല, ഈശ്വര എന്നായി പോയി ആയിരുന്നു. കാരണം അങ്ങേരും അങ്ങനെ പറയില്ല. ഇപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. അത് കാണുമ്പോ നമുക്ക് തോന്നുന്നില്ല. നമ്മൾ എത്ര പറഞ്ഞു ഇനിയിപ്പോ അല്ല ലാലേട്ടൻ ഇനിയിപ്പോ 101ാമത്തെ ദിവസം പറഞ്ഞാൽ മതി. അതാ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞ ഇങ്ങർക്ക് ഇനി മുമ്പേ പറഞ്ഞൂടെ ഇത്? ഞാൻ ഇതാ പറയുന്നായിരുന്നു. ഇപ്പൊ 3 പേര്, ഇപ്പൊ 4 പേര്. ഷാനവാസിന്റെ ഇപ്പം ആര്യനും ഉണ്ട്. 5 പേരായി. ഇപ്പൊ ആര്യനും ചേർന്നല്ലോ. പിന്നെ ഇവരെല്ലാം കൂടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇപ്പൊ തോൽപ്പിക്കേണ്ടത് അനീഷിനെയാണ്. അത് മനസ്സിലായി? ഇവർക്ക് എല്ലാവർക്കും തോൽപ്പിക്കണം. അതാണ് എല്ലാവർക്കും. അനീഷിനെ പറയുമ്പോഴേക്ക് എല്ലാരും മുഖങ്ങ് പാടും, മുഖങ്ങ് ഇതാവും. അങ്ങ് എന്നാ പറയേണ്ട ഒരു അക്ബറിനെ
അക്ബറിന് അവന്റെ പാവക്കുട്ടി എടുത്ത ആദിലയോട് ഒരു കുഴപ്പമില്ല, ആദിലെന്റെ കാല് പിടിക്കുന്ന അവസാനം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞ മോളെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നീ എന്നെ വിശ്വസിക്കും. ഞാൻ അങ്ങനെ എന്താ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എന്തിനിങ്ങനെ കാല് പിടിക്കുന്ന, ബോഡി നിന്റെ പണിക്കെന്ന് പറഞ്ഞേ. അല്ല, ഞാൻ നീ ആരടി എന്നെ ഭരിക്കാൻ, ബോഡി നിന്റെ പണിക്കെന്ന്, അതും പേടിയാന്ന്. അതും പേടിയാണ്. നന്മമരായതാണോ ഈ അതായത് ഈ പിന്നെ ആദില നൂറമാറില്ലേ, ഈ ഷാനവാസിന് കിട്ടുന്ന സപ്പോർട്ടും അതുപോലെ തന്നെ അനുമോൾക്ക് കിട്ടുന്ന സപ്പോർട്ടും കൂടി പിടിക്കാനാ നിൽക്കുന്നത്. ഇവന്മാരെ വിചാരം എന്താ അറിയാ, ഈ ഷാനവാസിന് തിരിച്ചറിഞ്ഞു ഇന്ന് അങ്ങനെയല്ല ഇവന്മാരെന്നാ വിചാരിക്കുന്ന, ഈ ഷാനവാസ് എന്നാ വിചാരിക്കുന്ന, ഇവരെ പണിക്ക് കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് പുറത്ത് സപ്പോർട്ട് പറഞ്ഞാലോ എന്ന്. അനുമോളും അതിനെയാ വിചാരിക്കുന്നത്. അനീഷ് കട്ട നെഗറ്റീവ് വന്ന ഈ മൊയന്തുകൾ ഇപ്പോഴും വിചാരിക്കുന്നതാണ്. മനസ്സിൽ ഈ ആര്യനൊക്കെ ഈ മിഞ്ഞാന്ന് സ്വകാര്യം പറയും, ഇവൻ കട്ട നെഗറ്റീവ് വന്നുള്ളില് പുറത്ത് ആര് അനീഷിനെ ചൂണ്ടിട്ട്, മനസ്സിലായ? അപ്പോഴും അനീഷ് ഇങ്ങനെ കൂളായിട്ട് നടക്കുന്നുണ്ട്. മാസാന്ന് അതാന്ന് ഈ ആര്യം വിചാരിക്കുന്ന ഞാൻ. പക്ഷെ ഓനെ ഒരു കന്യ ഓനെ കണ്ടു കഴിഞ്ഞ് ഇന്ന് ഓനെ വരുന്ന തെറികൾ കാണുന്നാർന്ന്. കാരണം എന്ന് വെച്ചാൽ ഓന്റെ ഭർത്താൻ അങ്ങനെ അഹങ്കാരത്തോട് കൂടിയില്ലേ. ഇന്ന് അനീഷ് പറഞ്ഞില്ലേ, കൃത്യമായിട്ട് പണം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പണം കൊണ്ട് ഇവൻ ആദ്യത്തെ 2 ആഴ്ച ബില്ല നഗണ്ടിളക്കിയില്ല. എന്താ വെച്ചാൽ എന്റെ അച്ഛന് വലിയ 3-4 ഹോട്ടലുണ്ട്, എനിക്ക് വലിയ ബിസിനസ് ഉണ്ട്, മറ്റേതാന്ന് ഇതാന്ന് നിന്ന് കാര്യം ശരിയാന്ന്. ഇവന്റെ അച്ഛൻ ഏഷ്യാനെറ്റിൽ വളർന്നിയാന്ന്, അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മനസ്സിലായ? അല്ലാതെ വേറെയൊന്നും അല്ല. ഈ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ എന്നോട് പറയാം. അതായത് ഈ ആദ്യം വന്ന ശോഭ ശമ്പളം വാങ്ങിച്ചില്ല. ശോഭക്ക് വെറുതെ വന്നയാന്ന്. എന്നാ അറിയാ, അത്ര അങ്ങനെയാന്ന് അല്ല. ഏഷ്യാനെറ്റിനോട് ഞാൻ ഇങ്ങനെ ശമ്പളം ചോദിക്കുക, അതാണ് അവരൊക്കെ. അപ്പൊ അവരെ ബന്ധം അങ്ങനെയാന്ന്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരൊന്നും ഇതൊന്നും ഭയങ്കരമായിട്ട് ഇതൊന്നും അല്ല. ഇനിയിപ്പോ നാളെ പിന്നെ അടുത്ത പ്രാവശ്യം എന്താ ഉണ്ടാവുകയെന്നറിയാം. പൈസ കൊടുക്കേണ്ടി വരൂലേ? പൈസ അല്ലടി, ഇവരൊക്കെ ഒരു ഗെയിമാണ് ഇതൊക്കെ ഇതിന്റെ ഉള്ളിലൂട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ 2.5 അടിക്കുമ്പോ എന്റെ മോനെ എന്റെ മരുമോനറാ മറ്റേ മോനെ കയറി വിടാ, മോനെ കയറി വിട്, ഇതന്നെ പരിപാടിയായിരുന്നു. മനസ്സിലായ? അങ്ങനെ കയറി വരുത്തിയാണ്. അല്ലാതെ ഇതൊന്നും നിങ്ങക്ക് തോന്നില്ല ഇത് കണ്ടിട്ട്? ഗെയിം അറിയുന്ന ഞാൻ നിന്നോട് പറഞ്ഞേക്ക് എന്താ അറിയാ, നമ്മൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നായകനെ പോലെ തന്നെ പ്രാധാന്യം വില്ലനും ഉണ്ട് അല്ലേ? ശരിക്കൊരു വില്ലൻ വേണോ? അല്ലാതെ വെറും ഇതാ. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ അനീഷ് എങ്ങനെയാ പാസ്സാകുന്നത്? ഓന് എല്ലാരും ചേർന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അവിടെയാ നോൻ പാസ്സാകുന്നത്. മനസ്സിലായ? എല്ലാരും ഓനെയാ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പാനി ഇല്ലാതെ വാങ്ങി അപ്പാനിന്റെ അനീഷിന് ഇപ്പൊ തല്ലിയിട്ടുണ്ടാവും ഇവനോട് അല്ലേ? അവനൊക്കെ എന്ത് ഭ്രാന്തായിരുന്നു അറിയാം ശരിക്കും അനീഷിനെ കാണുമ്പോഴേ. അല്ല, അതാണ് വേണ്ടത്. മനസ്സിലായ? നേരെ മറിച്ച് നീ ആദ്യം കണ്ടില്ല ഈ അനുമോള് ഒറ്റപ്പെട സ്ട്രാറ്റജിക്ക് പോയ കഥ കണ്ടില്ല നീ? എന്ന് വെച്ചാൽ നിന്നെ ഞങ്ങള് ഒറ്റയ്ക്ക് ഇരിക്കാൻ വിടൂല അനുമോള് എന്നിട്ട് 2 ആളും അപ്പുറത്ത് പിന്നെ മറ്റേ ഹിറ്റ്ലർ അമ്മാവൻ ലോകത്താര് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മളെ വേർപിരിക്കാൻ പറ്റില്ല, നമ്മള് വേർപിരിക്കാൻ പറ്റില്ല മക്കളെ. അപ്പൊ ഇത്രയല്ലേ ഉള്ളൂ. ഏതായാലും ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയേ ഉള്ളൂ. പറയും എന്താ പറയാനാന്ന്. ബൈ ബൈ. അപ്പൊ പറഞ്ഞാലേ ഞാൻ വായിച്ചേ. ഓക്കെ.